ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ ദിവസം ഒരു ഉപ്പ അദ്ദേഹത്തിൻ്റെ സങ്കടം പറയുകയാണ്. അദ്ദേഹം വലിയൊരു ബിസിനസ്മാനാണ്, എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നൊരു വ്യക്തിയും കൂടിയാണ് കേട്ടോ. അപ്പം അദ്ദേഹത്തിന് ഒരു 10 ബിൽഡിങ് അദ്ദേഹം വാടകയ്ക്ക് കൊടുക്കുന്നുണ്ട്. പുതിയൊരു ബിൽഡിങ് ഇവിടെ അടുത്ത് തന്നെ അദ്ദേഹം കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ബിസിനസ് സാമ്രാജ്യം തന്നെ അദ്ദേഹത്തിനുണ്ട്. ഒത്തിരി പേര് ജോലിക്കാരുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, തനിക്ക് 3 ആൺമക്കളാണ്. ഈ 3 ആൺമക്കൾ പഠിച്ചു, 2 പേര്, ഒരാൾ ജോലിയായി, ഒരാൾ ജോലിക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, 3rd ഇയറാണ്. പിന്നെ ഒരു മോൻ, ചെറിയ മോനാണ്, അവനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ 3 മക്കൾക്കും എൻ്റെ ബിസിനസ്സിനോട് താല്പര്യമില്ല. ഞാൻ കുഞ്ഞുനാൾ മുതലേ കഷ്ടപ്പെട്ട്, അതുപോലെ തന്നെ എന്താ പറയുക, പലരുടെയും മുൻപിൽ ഓച്ചാനിച്ച് നിന്നിട്ടാണ് ഞാൻ എൻ്റെ ബിസിനസ് ഇത്രയും ഒരു വലിയ ഒരു സംരംഭമാക്കി മാറ്റിയത്. പക്ഷേ ഇന്ന് എൻ്റെ മക്കൾക്ക് ജീവിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ അവരുടെ അടുത്ത തലമുറയ്ക്കും ജീവിക്കാനുള്ള മാർഗം എനിക്കുണ്ട്. പക്ഷേ എൻ്റെ മക്കൾക്ക് അതിലൊന്നും താല്പര്യമില്ല. അവർക്ക് വിദേശത്ത് പോകണം, ജോലി ചെയ്യണം, അതാണ് അവരുടെ താല്പര്യം. അവർ 3 ആൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണ്. ഒരാൾക്ക് ജോലിയായത്, അവൻ പുറത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2ാമത്തെ ആളും പുറത്തേക്ക് പോകാനായിട്ട്, അതായത് 3rd ഇയറായി, ഇനി 1 വർഷം കൂടിയുണ്ട്, അതും കൂടി കഴിഞ്ഞിട്ട് അവനും പുറത്ത് പോകാനായിട്ട് താല്പര്യരാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഭാര്യ അതിന് സപ്പോർട്ടാണ്, മക്കളെ പുറത്തേക്ക് വിടാനായിട്ട്. ഭാര്യ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ജോലിയിലേക്ക്, ഈ കഷ്ടപ്പാടും ദുരിതം പിടിച്ച ആ മേഖലയിലേക്ക് പോകരുത്, പകരം നിങ്ങൾ എവിടെയെങ്കിലും പോയി സ്വസ്ഥമായിട്ട് സുഖമായിട്ട് ജീവിക്കുക എന്നാണ് ഭാര്യ പറഞ്ഞു കൊടുക്കുന്നത്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഭാര്യമാരുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ വീട്ടിൽ എല്ലാവരും, ഇപ്പോൾ എൻ്റെ ഭർത്താവിനെ സംബന്ധിച്ചൊരു കൃഷിക്കാരനാണ്, അല്ലെങ്കിൽ വണ്ടി ഓടിക്കുന്നൊരു മനുഷ്യനാണ്. ഈ 2 ജോലി അദ്ദേഹം ചെയ്യുന്നുണ്ട്. അത് വിചാരിച്ച് എൻ്റെ മക്കളത് തന്നെ ആവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ നാളെ ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവർക്ക് സാധിക്കുമെങ്കിൽ, ഇപ്പം എൻ്റെ ഭർത്താവിനെ അപേക്ഷിച്ച് അദ്ദേഹം പറയുന്നത്, എൻ്റെ മക്കൾ വന്നിട്ട് പഠിക്കട്ടെ, അവർ പഠിച്ച് നല്ലൊരു ജോലിയൊക്കെ നേടി പുറത്ത് പോകട്ടെ എന്നാണ് അദ്ദേഹത്തിന് താല്പര്യം. പക്ഷേ എല്ലാ പിതാക്കന്മാരും അങ്ങനെ ആകണമെന്നില്ല. അപ്പോൾ എനിക്കും എൻ്റെ മക്കളോട് പറയാനുള്ളത്, ഞാൻ പറയാറുള്ളത്, നിങ്ങൾക്ക് ദൈവം തന്ന കഴിവിനനുസരിച്ച് പഠിക്കുക, ദൈവം തീരുമാനിക്കുന്ന ഒരു ജോലി തിരഞ്ഞെടുക്കുക. അതായത് നിങ്ങളുടെ ഒരു ജോലി എന്താണെന്നുള്ള ദൈവം നിങ്ങളുടെ മനസ്സിൽ തന്നെ ഓർമ്മിപ്പിക്കും. അപ്പം അതിനനുസരിച്ച് പഠിക്കുക, ജോലി നേടുക. ആരെയും